നിങ്ങൾ എന്തിനാണ് എന്റെ വീട്ടിൽ കയറി ഒന്ന് വഴക്കുണ്ടാക്കുന്നത്? ഞാൻ പോലീസിന് ഫോൺ ചെയ്യും. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യും. തോന്നിയവരുടെ കൂടെ പോകും. നിങ്ങളാരെ ചോദിക്കാൻ? ഭാര്യമാര് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് പോകുന്നു. പിന്നെയാണോ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു സില്ലില്ലോ? ഇറങ്ങണ പുറത്തു. അയ്യോ, ഇത് നമ്മുടെ മാധവൻ ചേട്ടൻ. അയ്യോ പാവ, അരിയും സാധനങ്ങളൊക്കെ കഴിഞ്ഞു. എന്താ അവിടെ ബഹളം? ഓ, ആക്സിഡന്റാ? മാധവൻ, പൂർ ഫെലോ. എന്താ രവി ഇത്? സൂക്ഷ്മതയൊക്കെ വേണ്ടേ? ആ, നീ വീട്ടിൽ പോ. അല്ല, ഇവിടെ എന്താ സിനിമയിൽ സർക്കസോ മറ്റാണോ? ഒരാൾ ഇവിടെ ആക്സിഡന്റ് ആയി കിടക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ആശുപത്രി കൊണ്ടെത്തിച്ചൂടെ? മിസ്റ്റർ, എല്ലാത്തിനും മാറ്റണം. ആശുപത്രി പോണം തോന്നുന്നു. എടുത്ത് വണ്ടി ഇടും. നമ്മൾ ആരും മരണം ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും മരിക്കുന്നു. എല്ലാ വീടുകളിലേക്കും അത് കടന്നു വരുന്നു. ഇവിടെയും വന്നു. എല്ലാം വിധിയാണ് കുട്ടി. നിങ്ങളുടെ മകൻ കള്ളു കുടിച്ച് കാർ ഓടിച്ചുകൊണ്ട് നെടിച്ചാണ് എന്റെ അച്ഛനെ കൊന്നത്. എല്ലാ മരണത്തിനും ഓരോ കാരണങ്ങളുണ്ടാവും. ഇതിങ്ങനെയായിപ്പോയി. നിങ്ങൾക്ക് 1000 ന്യായങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അച്ഛനാണ്. ഇയാൾ നിനക്കും നിന്റെ അമ്മയ്ക്കും ഒന്നും സമ്പാദിച്ചു വെക്കാതെയല്ലേ മരിച്ചത്? ഒരു ഇൻഷുറൻസ് പോളിസി പോലും. പണമില്ലാതെ ഒന്നും നടക്കില്ല കുട്ടി. ഞങ്ങൾക്ക് നിങ്ങളുടെ പണം ഒന്നും വേണ്ട സുഭദ്രാമ്മ തങ്കച്ചി. ഞങ്ങളുടെ ജീവിതത്തിന്റെ താങ്ങും തണലുമാണ് പോയത്. നിങ്ങൾ എക്സൈറ്റഡ് ആകരുത്. റെസ്റ്റ് എടുക്കൂ. മാധവൻ ഇനി എത്ര കാലം ജീവിക്കുമായിരുന്നു? കൂടിപ്പോയാൽ ഒരു 5-6 വർഷം. അത്രയും കാലം അയാൾ എന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്താൽ സമ്പാദിക്കുന്നതിന്റെ 10-20 ഇരട്ടി പണം
ഞാൻ തരാം. പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കേസിലും വഴക്കിനൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ഓഹോ, എന്റെ അച്ഛന്റെ ജീവന്റെ വില നിശ്ചയിക്കാനാണോ സുഭദ്രാമ്മ തങ്കച്ചി ഇങ്ങോട്ട് കയറി വന്നത്? നിങ്ങൾക്ക് പോകാം. കുട്ടി, ഈ കേസും കോടതിയുമായിട്ടൊക്കെ അലയുന്നത് ഞങ്ങൾക്കൊരു വിനോദമാ. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാ. കൂടുതൽ പറയണമെന്നില്ല. എന്റെ അച്ഛനെ കൊന്നതിന് ഞാൻ ശിക്ഷ വാങ്ങി കൊടുക്കുക തന്നെ ചെയ്യും. നിനക്കതിന് കഴിയില്ല. എന്റെ മകൻ പ്രതിക്കൂട്ടി പോലും ഉണ്ടാവില്ല. എന്റെ അച്ഛനെ കൊന്നവന് ഞാൻ ശിക്ഷ വാങ്ങി കൊടുക്കുക തന്നെ ചെയ്യും. ഗോവിന്ദ. എന്തോ? ഗോവിന്ദൻ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു? 10-20 വർഷമായി ഞാൻ ഇവിടുത്തെ ഉപ്പും ചോറും തിന്നുന്നു. ആ, അതിന് നന്ദി വേണം. എനിക്കതുണ്ട്. എങ്കിൽ ഗോവിന്ദൻ അത് തെളിയിക്കേണ്ട സന്ദർഭം ഇതാണ്. ഞാൻ എന്താണാവോ ചെയ്യേണ്ടത്? ഗോവിന്ദനെ ഞങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ സൽപ്പേരിന് ഒരു കളങ്കം ഏർപ്പെട്ടാൽ എനിക്കത് സഹിക്കാനൊക്കില്ല കൊച്ചമ്മേ. ഇതൊക്കെ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഗോവിന്ദൻ വെറുതെ പറയല്ലേ? അല്ല കൊച്ചമ്മേ, അല്ല. നിങ്ങൾക്കൊക്കെ വേണ്ടി ഈ ഗോവിന്ദൻ മരിക്കും. ഗോവിന്ദ, രവി കാർ ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കി മാധവൻ മരിച്ചു. ഈ കുടുംബത്തിൽ നിന്നും ഒരാൾ ജയിലിൽ പോകുന്നത് അപമാനമാണ്. ഗോവിന്ദനാണ് കാർ ഓടിച്ചതെന്ന് കോടതിയിൽ കുറ്റം സമ്മതിക്കണം. എന്താ, വിഷമമുണ്ടോ? വിഷമമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. കൂടിപ്പോയാ 2 വർഷം ശിക്ഷിക്കും, അത്രേ ഉള്ളൂ. പരിഭ്രമിക്കാൻ ഒന്നുമില്ല ഗോവിന്ദ. ഗോവിന്ദന്റെ കുടുംബം ഞാൻ നോക്കും. എല്ലാ മാസവും 1-ാം തീയതി 1000 രൂപ ഗോവിന്ദന്റെ വീട്ടുപടിക്കെത്തും. I3 എത്രയാ? I3 13. 13 ലക്ഷം രൂപ കിട്ടും. കിഡ്നാപ്പ്. എന്താ? കിഡ്നാപ്പ്. ഇതൊരു പയ്യൻ വരുന്നു. 5 ലക്ഷം ഉറച്ചു. പെറുക്കിയാണോ? പെറുക്കിയ, പക്ഷെ ലക്ഷങ്ങളെ പെറുക്കൂ. മോനെ വാടാ. എങ്ങോട്ട് പോവാ? മുട്ടായി മേടിക്കാം. എന്തോന്ന് ചന്ദ്രൻ? ഹീരാലാൽ രാംചന്ദ്. ആ, രാംചന്ദ്രന്റെ മോൻ മുട്ടായി തിന്നു. ഐസ്ക്രീം തിന്നണം, സാക്രീൻ അല്ലേ? കൂടാതെ പഴം, ബന്ന്, റൊട്ടി, കപ്പലണ്ടി മുട്ടായി ഇതെല്ലാം വാങ്ങിച്ചു തരാം. ഇതെന്താ? ഇത് ഐസ്ക്രീം ഉണ്ടാക്കുന്ന മിഷൻ, അതായത് ചാക്രീം മിഷൻ. അളവ് കറക്റ്റ് അളിയാ. കൊണ്ടുപോകാം. എനിക്കൊരു പ്ലേറ്റ് ബിരിയാണി പോരെ? അളിയാ, കുറച്ച് കാശ് കടം വാങ്ങിച്ചതാ. അതിന്റെ നെല്ലിപ്പല കണ്ടു. ഇവൻ നമുക്ക് മുതലായത്തിലളിയോ. ഇവന്റെ തന്തയുടെ 5 ലക്ഷം തട്ടുന്നതിന് മുമ്പ് ഇവൻ 6 ലക്ഷം തിന്നു മുടിക്കും. മോനെ, തീറ്റി നിർത്ത്. മോന്റെ വീട്ടിലെ ഫോൺ നമ്പർ എത്ര? എന്റെ വീട്ടിൽ ഫോണില്ല. നീ ആ രാംചന്ദ് ഹീരാലാലിന്റെ മോനല്ലേടാ? അങ്ങേരുടെ വീട്ടിലും കടയിലും കക്കൂസിലും കുളിമുറിലും ഒക്കെ ഫോണാണല്ലോടാ. അത് അച്ഛന്റെ വീട്ടിലാ. അപ്പൊ അമ്മ ആരുടെ കൂടെയാ? അച്ഛനെ അമ്മയെ ഞങ്ങളെ എല്ലാം തല്ലി ഓടിച്ച് വീട്ടിൽ നിന്ന് വേലക്കാരിയെ കല്യാണം കഴിച്ചു. എന്നാ ഇത് തിന്ന് മുടിക്കുന്നതിന് മുമ്പേ പറയായിരുന്നല്ലോടാ. പിന്നെ വെറുതെ അല്ല, തള്ളയും മക്കളും കൂടി തിന്നു മുടിപ്പിച്ചുകൊണ്ടായിരിക്കും സേട്ട് ഉപേക്ഷിച്ചിട്ട് പോയത്. ഇനി ഇരുത്തണ്ട. ഇതെല്ലാം തിന്നു കഴിഞ്ഞവൻ നമ്മളെയും തിന്നും. പടാ. അത് ഇനി വൈ. പോ. ഇനി നമുക്കേ പിള്ളേരോട് സ്നേഹമുള്ള തന്തമാരുടെ പിള്ളേരെ പിടിക്കാം. രാജശേഖരൻ തമ്പിയുടെ സഹോദരി സുഭദ്രാമ്മ തങ്കച്ചിയുടെ മകൻ രവീന്ദ്രൻ തമ്പിയാണ് എന്റെ അച്ഛന്റെ മേൽ കാർ കയറ്റിക്കൊന്നത്. പാവം, ഈ മനുഷ്യനെ അവർ ബലിയോടാക്കിയിരിക്കുകയാണ്. യുവർ ഓണർ, ഇവർ പത്രപ്രവർത്തകയാണ്. സംഭവങ്ങളെ മാറ്റിമറിക്കുവാനും വളച്ചൊടിക്കുവാനും ഇവർക്ക് കഴിയും. ഇവർ പറയുന്നത് മുഴുവൻ അസത്യമാണ്. അല്ല, സത്യമാണ്.
നിങ്ങൾ ആരാണ്? രാജശേഖരൻ തമ്പിയുടെ സഹോദരി സുഭദ്രാമ തങ്കച്ചിയുടെ മകൻ രവീന്ദ്രൻ തമ്പി. ശ്രീദേവിയുടെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ ഞാനാണ്. ഞാൻ ചെയ്ത കുറ്റത്തിന് ബഹുമാനപ്പെട്ട കോടതി എന്ത് ശിക്ഷയാണോ വിധിക്കുന്നത് അതനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ലഞ്ചിന് ശേഷം നമുക്ക് മറ്റേ കേസിനെ കുറിച്ച് സംസാരിക്കാം. വരും. എക്സ്ക്യൂസ് മീ. രവി എന്തിനാ കുറ്റം സമ്മതിച്ചത്? ജാമ്യത്തിൽ ഇറങ്ങാനുള്ള ഏർപ്പാടുകൾ ഉടനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് അപ്പീലിന് പോകാം. മാനേജർ, ഇത് കോടതി എനിക്കെന്ന ശിക്ഷയല്ല, ഞാൻ എന്നെ തന്നെ ശിക്ഷിച്ചതാണ്. നീയാണ് എന്നെ കുഴപ്പത്തിൽ ചാടിച്ചത്. വെറുതെ വല്ല പിള്ളേരെയും പിടിച്ചോണ്ടിരുന്നാ മതിയായിരുന്നു. എന്റെ ഐഡിയക്ക് ഇപ്പോഴൊരു കുഴപ്പമില്ല. പെണ്ണുങ്ങളെ പിടിച്ച് ദുബായിലേക്ക് കയറ്റി അയച്ചാൽ കൈ നിറയെ കാശാ. ഞാൻ പെണ്ണിനെ പിടിച്ചോണ്ട് വന്നല്ലോടെ, എന്നിട്ട് എവിടെ കൈ നിറയെ കാശ്? ഇതെന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നീ പിടിച്ചോണ്ട് വന്ന ഒരു ഭ്രാന്തിയെ അവൾ കിടന്ന് ഒച്ച വെച്ച് ബഹളം കൂട്ടി പോലീസ് വന്ന് നമ്മളെ പിടിച്ച് നമ്മൾ ഇതിനകത്തുമായി. വളരെ സൗകര്യം. ഏതായാലും പുറത്തു കിടന്ന് ഒരു ചായക്കും ബീഡിക്കും തെണ്ടുന്നതിനേക്കാൾ നല്ലതായത്. ഇവിടെ ആവുമ്പോ 3 നേരം മൃഷ്ടാന്ന ഭോജനമെങ്കിലും കിട്ടുമല്ലോ. അതൊരു സൗകര്യമാ. ഇനി യുവന്മാരെ ഇവിടുന്ന് പറഞ്ഞു വിടാതിരിക്കാൻ നമ്മൾ നോക്കിയാൽ മതി. വാസു, നീ വന്നേ. നിന്നെ എന്തിനാ സർക്കാർ ഇങ്ങനെ വെറുതെ ചോറ് തന്ന് ഇവിടെ തീറ്റി പോറ്റുന്നത്? അതേ, ഞാനിങ്ങനെ പുറത്ത് കയറുന്ന ചുറ്റി പിടിച്ചുപറിയും മോഷണവും ഒക്കെ നടത്തി ചീത്തയാവണ്ടെന്ന് കരുതിയിട്ടാ. ആഹാ, ശരിപ്പോ. കൊച്ചു പയ്യൻ മുടി വളരുന്നതേ ഉള്ളൂ, നല്ലവനാ. അല്ലല്ല, ഇങ്ങനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? ചേടാ, വന്ന് ഇപ്പൊ തെമ്മാടിക്കും കൊലപാതകക്കും ജയിലിലും കിടക്കാൻ വയ്യാന്നായല്ലോ. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നല്ലേ ഇപ്പൊ കൊള്ളാവുന്ന കുടുംബക്കാരാ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വയറ്റത്തടിക്കാൻ ഇങ്ങോട്ട് പോന്നേക്ക്. അതാരാ? സുഭദ്രാമ തങ്കച്ചിയുടെ മകൻ രവീന്ദ്രൻ തമ്പിയാ. അതെയോ? നല്ലവനാ. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്. ആരാണ് എഴുതിയത്? ഞാൻ തന്നെ. എന്റെ മകൻ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി. അതിന് ഇത്രയും ഒച്ചപ്പാടും ബഹളവും വേണമെന്നുണ്ടോ? വേറെ എവിടെയും കാർ ആക്സിഡന്റ് ഉണ്ടായിരുന്നില്ലേ? അതുപോലല്ലിത്. ഇതിനെന്താ ഒരു പ്രത്യേകത? ഓ, മരിച്ചവൻ എന്റെ അച്ഛനായിപ്പോയി അല്ലേ? അത് മാത്രമല്ല, കുറ്റം ഏറ്റെടുക്കാൻ നിങ്ങൾ മറ്റൊരു പാവപ്പെട്ട മനുഷ്യനെ വിലയ്ക്ക് വാങ്ങി. അത് പത്രത്തിനൊരു വാർത്തയാണ്. പത്രത്തിനൊരു വാർത്ത? എന്റെ തറവാടിന്റെ അഭിമാനം നശിപ്പിച്ചിട്ട് വേണം നിനക്ക് പത്രത്തിന് വാർത്ത ഉണ്ടാക്കാൻ അല്ലേ? ഒരു സംഭവം വിവരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാവരെ കുറിച്ച് എഴുതേണ്ടി വരും. എടി, നിനക്കറിയാമോ? ഐ എം സോറി, എന്റെ പേര് എടി എന്നല്ല, ശ്രീദേവി. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും എഴുതുമ്പോൾ ഇവിടുത്തെ പത്രക്കാരുടെ പേന ഞങ്ങളോട് ചോദിക്കാതെ അനങ്ങൂല്ല. അത് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത പേനയായിരിക്കും. ഒരു നിസ്സാര ആക്സിഡന്റ് അല്ലേ നീ ഇത്രയും പെരുപ്പിച്ച് കാണിച്ചത്? എന്താ നിങ്ങൾ പറഞ്ഞത്? നിസ്സാര ആക്സിഡന്റ് എന്നോ? മനുഷ്യന്റെ ജീവൻ നിസ്സാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ നിസ്സാര ആക്സിഡന്റ് കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ അച്ഛനെയാണ്. ഈ പത്ര റിപ്പോർട്ടുകൾ ഒരു ക്ഷമാപണത്തോടെ മര്യാദയ്ക്ക് നീ തന്നെ തിരുത്തുന്നതാണ് നല്ലത്. ക്ഷമിക്കണം, പത്രപ്രവർത്തനം സത്യസന്ധമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ പേന ഒരിക്കലും കള്ളം പറയില്ല.